ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നാണെന്നും അതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങളും ഇത് തുടങ്ങാനുള്ള കാരണങ്ങളും ഒക്കെ ഞാൻ വിശദീകരിക്കാം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പം ഞാനിത് തുടങ്ങാൻ കാരണം, ഞാനിവിടെ വെറുതെ എൻ്റെ ഹസ്ബൻഡും ഞാനുമായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമായിരുന്നു. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളിലോട്ടൊക്കെ നമ്മുടെ മനസ്സിനെ തിരിച്ച് കൊണ്ടുപോകാതെ ശാന്തമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ മോളുടെ അടുത്ത് അമേരിക്കയിൽ പോകാനിടയായി. അവിടെ കണ്ട മാറ്റങ്ങൾ, അവിടെ കണ്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ ഒരുപാട് നല്ല രീതിയിലോട്ട് പോകാൻ എനിക്ക് ഇടയായി. ഞാൻ പ്രായമുള്ളവരെയാണ്, എന്നിലും പ്രായം കൂടിയ ആളുകളെയാണ് ഞാൻ അവിടെ കൂടുതലും വാച്ച് ചെയ്തത്. അവരൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം അവരൊക്കെ വീടുകളിൽ പച്ചക്കറിത്തോട്ടം, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ അവർ നല്ല ചട്ടിയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഫ്രൂട്ട്സൊക്കെ വെച്ച് നല്ല രീതിയിൽ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്ത്, പക്ഷേ അവർ എൻജോയ് ചെയ്താണ് അവർ അതിനെ കാണുന്നത്. അവർക്കത് ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല ഹൈ ലെവൽ ജോലി ചെയ്തിട്ട് റിട്ടയർമെൻ്റ് ആയ ആളുകളാണ് എൻ്റെ മോളുടെ വീടിന് ചുറ്റുപാടും താമസിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ കണ്ടിട്ട്. പ്രായം എല്ലാവരും 60, 70, 80 പ്രായം, 80-ൽ കൂടുതൽ പ്രായമുള്ളവർ അവിടെ വാൾമാർട്ടിലൊക്കെ ജോലി ചെയ്യുന്നതായിട്ട് കണ്ടു. അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 60 വയസ്സിന് ശേഷം അവിടെ ഇൻഷുറൻസ് അവർക്ക് കവറിങ് ഉണ്ട്. അപ്പം മെഡിസിനൊക്കെ 6 മാസത്തിലൊരിക്കൽ അവർ നടത്തി അവർക്ക് എന്താണ് അസുഖം എന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള മെഡിസിനും ഒക്കെ എടുത്ത് അവർ ഹെൽത്തി ആയിട്ടാണ്, അല്ലാതെ അസുഖത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയല്ല. അവരുടെ ശരീരം ഹെൽത്തി ആയിട്ടാണ് അവർ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് മൈൻഡോട് കണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചത് കൊണ്ട് എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഇപ്പം ഞാൻ ഈ യൂട്യൂബിലേക്ക് കയറാനും ഞാൻ കാരണം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 വയസ്സുള്ള ഒരു മാമിനെ അവിടെ ഞാൻ കാണാനിടയായി. ഏത് സമയവും പച്ചക്കറിത്തോട്ടവും പഴവർഗ്ഗങ്ങളും അതൊക്കെ നമുക്ക് സെർവ് ചെയ്യും, നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊണ്ടുതരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഒരു ആയിട്ടാണ് എനിക്ക്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അവരിലേക്ക് പോകാൻ ശ്രമിക്കും. അവർ ഇത്രയും പ്രായമായിട്ടും ചടഞ്ഞുകൂടിയിരുന്നില്ല, അല്ലേ ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയ സമയം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് തീർക്കുക, അങ്ങനെയുള്ള ഒരു മനോഭാവവും ഞാൻ അവിടെ ആരെയും കണ്ടില്ല. അപ്പം ഞാനും വിചാരിച്ചു എനിക്കും ആകാം ഇതെല്ലാം. അപ്പം നമ്മൾ ആ ഒരു മനോഭാവത്തോടു കൂടി, അപ്പോൾ നമുക്ക് സമയങ്ങൾ ഇല്ല നമ്മുടെ മുമ്പിൽ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് സമയങ്ങൾ ഇല്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് പോകത്തില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പൊതുവേ സ്ത്രീകൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാതെ എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പറഞ്ഞു ഇങ്ങോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ പോകാതെ നമ്മുടെ മനസ്സിനെ പിടിച്ച് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സമയമില്ല. വീട്ടിലെ ജോലികൾ അത്യാവശ്യം ചെയ്തു, പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പുറത്തൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് എനിക്ക് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിലോട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല വേണ്ടാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാനും വേണ്ടാത്ത കാര്യങ്ങൾ പറയാനും. നമ്മളിപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടോ എന്ന് ആദ്യം നമ്മൾ ആത്മപരിശോധനയെങ്കിലും നടത്തണം. എന്നിട്ട് ആ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് വേദനിക്കുന്നതാണോ എന്ന് വീണ്ടും ചിന്തിക്കണം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പറയാൻ വരുന്ന കാര്യത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ, അത് പറഞ്ഞാലോ മറ്റൊരാൾക്ക് നന്മയുണ്ടോ, അതും ചിന്തിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മളൊരു കാര്യം, ഇപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴും അതിനെ 3 ഘട്ടമായിട്ടെങ്കിലും ചിന്തിച്ച് അതിൻ്റെ അകത്ത് വാസ്തവം ഒന്നുമില്ലെങ്കിൽ നമ്മളതിനെ പറയാതിരിക്കുന്നതായിരിക്കും ഭംഗി. പറഞ്ഞു കഴിയുമ്പോൾ അത് പലരിലായി പിന്നെ അതിങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് പിന്നെ നമുക്ക് തന്നെ അത് ദോഷമായിട്ട് വരികയും, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാതെ നമുക്ക് ഇത് ഒരു നല്ല മൈൻഡോടെ നമുക്ക് പോകാം. പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളിൽ ഞാൻ നേരത്തെ ഒരു കുറേ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ യൂട്യൂബ് മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അവർ നമ്മളോട് പറയുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ അതനുസരിച്ച് തീർച്ചയായിട്ടും കാര്യം നമുക്ക് 1 രൂപ പോലും കൊടുത്ത് ഇവരെ ആരെയും നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ ഇവരെല്ലാം എന്തിനൊക്കെയോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിരിക്കുമല്ലോ ഇറങ്ങുന്നത്. അപ്പം നമുക്കവരെ സഹായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൈവിരൽ ഒന്ന് ചലിക്കുക മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സബ്സ്ക്രൈബിനെ കിട്ടി, പിന്നെ നമ്മൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കുറേ ലൈക്കുകളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമായി. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നല്ല ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കൈവിരൽ തുമ്പ് അങ്ങോട്ട് പോകും. അതാണ് ഞാനിപ്പോൾ ഒന്നാമത് പറയാൻ വന്നത്. ഞാൻ ആരുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം അതാണ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ല ആരാണ് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെങ്കിൽ ഈ ഒന്ന് മാത്രം അറിയാം, അവരെന്തിനൊക്കെയോ വേണ്ടിയായിരിക്കും ഇത് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പം നേരം പോക്കിനാണെങ്കിൽ പോലും അവരെ ഒന്ന് സഹായിക്കുക. നമുക്ക് മറ്റൊരു ആളിനെ സഹായിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെങ്കിലും നമ്മൾ സഹായിച്ച് നന്മയുള്ള മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ഒത്തൊരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് പറയും. അപ്പം പല കൈകൾ പതിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഇതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ നമ്മൾ ആളുകളെ സഹായിക്കാൻ പറ്റുന്നിടത്തോളം സഹായിച്ച് മുന്നോട്ട് പോകണം. ഞാൻ ഇത്രയൊക്കെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ വെറുതെ ഇരുന്ന മനസ്സിനെ വല്ലാതെ ഒരു വികൃതത്തിലാക്കാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നല്ല ചിന്തകളിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ പോലും നമ്മുടെ അകന്നു പോകും. കാര്യം എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് തലവേദന പനിയൊക്കെയാണ്. പക്ഷെങ്കിൽ ഞാൻ കുറച്ച് സമയത്തേക്ക് ആ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഞാൻ കുറച്ച് സമയത്തേക്ക് എൻ്റെ പനിയും തലവേദനയും എല്ലാം എവിടെയൊക്കെയോ പോയി വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതെല്ലാം കയറി വരികയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ മനസ്സിനെ നമ്മൾ വിടാതെ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈകളിലാക്കി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും അതിൻ്റെ നേട്ടം കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കേ.